ശക്തമായ കടൽക്ഷോഭത്തിലും തിരമാലകളെ അതിജീവിച്ച് കടലിന്റെ നടുക്കു നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രതിമയുടെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. ഇറ്റാലിയൻ തീരത്തിന് സമീപമുള്ള ലിഗൂറിയൻ കടലിൽ ഉയർന്നു നിൽക്കുന്ന ഈ പ്രതിമ വെറുമൊരു അത്ഭുത കാഴ്ച മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ ആത്മീയ വിശ്വാസത്തിനെയും കൂടി പ്രതീകമാണ്. കടലിലെ നക്ഷത്രം എന്ന് വിളിക്കപ്പെടുന്ന ഈ വെള്ള മാർബിളിൽ തീർത്ത മാതാവിന്റെ പ്രതിമ പോർട്ടോ വെന്യൂറ തീരത്തുള്ള ടിനെറ്റോ ദ്വീപിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ലാ സ്പെസിയ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഡെവിൾസ് റോക്ക് എന്ന അപകടകരമായ പാറക്കെട്ടിന് മുകളിലാണ് 6 അടി ഉയരമുള്ള ഈ മാതാവിന്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. 2003 ഓഗസ്റ്റ് 17 പോർട്ടോ വെന്യൂറയിലെ മഡോണ ബിയങ്ക തിരുനാളിന്റെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകരാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചത്. 2008 ശക്തമായ കടൽക്ഷോഭത്തിൽ പ്രതിമയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും പിന്നീട് പുനഃസ്ഥാപിക്കുകയായിരുന്നു. കടൽ യാത്ര ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളും നാവികരും തങ്ങളുടെ സംരക്ഷകയായി മാതാവിനെ വിളിക്കുന്ന പുരാതന പ്രാർത്ഥനാ നാമമാണ് കടലിലെ നക്ഷത്രം. 1399 പ്രദേശത്ത് പ്ലേഗ് രോഗബാധയുണ്ടായപ്പോൾ പ്രദേശവാസിയായ ലുസിയാഡോ എന്നയാൾ മാതാവിന്റെയും ഉണ്ണീശോയുടെയും ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ചിത്രം പ്രകാശിക്കുകയും പ്ലേഗ് മാഞ്ഞു പോകുകയും ചെയ്തതെന്നാണ് പ്രാദേശിക വിശ്വാസം. ഈ ചരിത്രപരമായ ആത്മബന്ധമാണ് കടലിലെ മാതാവിന്റെ പ്രതിമയോടും തീരദേശവാസികൾക്കുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവൻ ഈ ദൃശ്യങ്ങൾ കണ്ട് അത്ഭുതപ്പെടുമ്പോഴും കടൽ യാത്രകളിൽ തങ്ങളെ കാത്തു സംരക്ഷിക്കാൻ മാതാവുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രദേശവാസികൾ.